കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമ സുന്ദരാധ ശ്യാമ സുന്ദരാധേ ജയ ഗൗരനിതായ് 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 ജയോ ഗൗരനിതായ് ജയോ ജയ പ്രഭുപാദ് 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 ജയോ ജയ ഗുരുദേവ് 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 നിത്യായി ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गुरु निताई की जय, पंचदत्त की जय, षडगोसापीस की जय, गुरु परंपरा की जय. जय 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 श्री राधे श्याम. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकय चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. तस्मै श्रीगुरुवे नमः. तस्मै श्रीगुरुवे नमः. तप्तः राधे वृन्दावनेश्वरि वृषभानुसुदे देवी प्रणमामि हरिप्रिये. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमाम्यहम्. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमाम्यहम्. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमाम्यहम्. श्री श्री नरसिंह भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय. जय 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 ശ്രീ രാധേശ്യാം. നമ്മൾ ദശകം 33 പഠിക്കുന്നത്. അംബരീഷ ചരിതമാണ്. അംബരീഷന്റെ കഥ പറയുന്നതിന് മുമ്പിട്ട് നമ്മൾ കാണുന്നത് ഏകാദശിയെ പറ്റി കുറെ പറയാനുണ്ട്. ഏകാദശിയെ ആസ്പദമാക്കിയാണ് ഈ അംബരീഷ ചരിതം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസത്തിൽ 2 തവണ ഏകാദശി വരുന്നുണ്ട്. 2 തവണ ഏകാദശി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഇതായിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മെയിനായിട്ടുള്ളതാണ് ഏത് ഏകാദശി വ്രതം. അതിന്റെ ഒരു കഥ ഞാൻ പറയാം. സത്യയുഗത്തില് മുരൻ എന്ന അസുരന്റെ കാര്യമാണ് ഈ പറയാൻ വരുന്നത്. മുരൻ എന്ന് പറയുന്ന അസുരന് നാഡീജംഗ എന്ന ആ ഒരു അസുരന്റെ മകനായിരുന്നു മുരന്. ആ മുരന് ചന്ദ്രാവതി നഗരത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ചന്ദ്രാവതി നഗരത്തിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം മുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ അസുരന്മാരുടെ സ്വഭാവമല്ലേ. അവരാണെന്നുണ്ടെങ്കിൽ തപസ്സിരുന്നിട്ട് വേണ്ട വരങ്ങൾ വാങ്ങിക്കും, അതിനെ ദുർവിനിയോഗം ചെയ്യുകയാണ് പിന്നെ അവരുടെ പരിപാടി എന്നുള്ളത്. എല്ലാ സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരെയും ദ്രോഹിക്കുക, എല്ലാ ലോകങ്ങളെയും അവൻ അടക്കി ഭരിക്കാൻ തുടങ്ങി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ സ്വർഗലോകത്തിൽ നിന്ന് ദേവന്മാരെ എല്ലാം ആട്ടിപ്പായിച്ചു. സ്വർഗലോകത്തിന്റെ അധിപനായിട്ട് അവൻ അങ്ങനെ വാഴുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവന്മാരെല്ലാവരും കൂടി അവർക്ക് ആരോടാണ് ആശ്രയം എടുക്കാനുള്ളത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ മാത്രമേ അവർക്ക് ആശ്രയമുള്ളൂ. അവരെല്ലാവരോടും മഹേശ്വര എല്ലാവരും കൂടി വൈകുണ്ഠത്ത് പോകുന്നു. വൈകുണ്ഠത്ത് പോയിട്ട് വിഷ്ണു ഭഗവാനോടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നു, ഭഗവാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമില്ല, ഞങ്ങളുടെ ഇന്ദ്ര സ്വർഗലോകമില്ല, ആ ലോകം പോയി കഴിഞ്ഞു. ഞങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭിക്ഷക്കാരെ പോലെ ഇവിടെ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോടല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, ഞങ്ങളുടെ ഈ ദുഃഖത്തിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് അവർ വീണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ചന്ദ്രാവതി നഗരത്തില് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകൂ എന്ന് പറയുന്നു. അങ്ങനെ ചന്ദ്രാവതി നഗരത്തില് ഭഗവാന്റെ കൽപ്പന അനുസരിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി തന്നെ അവനവന്റെ ആയുധങ്ങളുമായിട്ട് ചന്ദ്രാവതി നഗരത്തിൽ പോകുന്നു. മുരനെ വെല്ലുവിളിക്കുന്നു. മുരനുമായിട്ടുള്ള ഭയങ്കര അസുരന്മാരുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്നു. പക്ഷേ ഒരു 10 നിമിഷത്തിനകം ദേവന്മാരെ അവൻ തോൽപ്പിച്ച് ഓടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ തോൽപ്പിച്ച് ഓടിച്ചു. ദേവന്മാർക്ക് യാതൊരു വിധ നിക്കക്കളിയില്ലാതെ അവരവിടെ നിന്നിട്ട് ഭയം ഓടിപ്പോയി എന്നുള്ളതാണ്. ഭയം ഓടിപ്പോയപ്പോ ഉടനെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
അവിടെ ചന്ദ്രാവതി നഗരത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് ഭഗവാനും മുരനുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്നു. ഭഗവാന്റെ ആയുധങ്ങളൊന്നും അവന് വില പോകുന്നില്ല. ഈവൻ സുദർശന ചക്രം പോലും അവന് വില പോകുന്നില്ല. അവസാനമാണെന്നുണ്ടെങ്കിൽ ആയുധമെല്ലാം കയ്യിൽ നിന്നിട്ട് വീണെല്ലാം പോവുക. അവസാനം മല്ലയുദ്ധം തുടങ്ങി. മല്ലയുദ്ധത്തിലും മുരനെ തോപ്പിക്കാൻ ഭഗവാന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ സ്വയം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ശാന്തനായിട്ട്. ഭഗവാൻ എന്നാന്നുണ്ടെങ്കിൽ സത്വഗുണത്തില് ഉപരിയാണല്ലോ ഭഗവാന്. അതുകൊണ്ട് എന്താ, ഭഗവാൻ എന്തെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ശാന്തത കൈവിടിയില്ല എന്നുള്ളതാണ്. ആ ശാന്തത വളരെ ശാന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ വന്നു. ബദ്രികാശ്രമത്തിൽ വരുന്നു. ബദ്രികാശ്രമത്തിലെ ഹേമവതി എന്ന ഗുഹയില് അവിടെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിശ്രമിക്കുക ചെയ്യുന്നത്. വിശ്രമിക്കുന്നു. ഭഗവാനെ അവിടെ ഒന്നും കാണുന്നില്ല. തോറ്റോടി പിന്തിരിഞ്ഞോടി പേടിത്തൊണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുരനാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ എല്ലായിടത്തും അന്വേഷിച്ച് അവസാനം ഈ ഗുഹയിൽ വരുന്നു. ഈ ഗുഹയിൽ വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. യാതൊന്നും അറിയുന്നില്ല. മുരൻ വന്നത് ഒന്നും അറിയുന്നില്ല. മുരൻ എന്ത് ചെയ്തു? ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്ന സമയത്ത് ഭഗവാന്റെ തന്നെ അംഗത്തിൽ നിന്നിട്ട് ഒരു ദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വളരെ അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് മുരനുമായിട്ട് ഭയങ്കര യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുരനെ അവസാനം അവര് വധിക്കുന്നു എന്നുള്ളതാണ്. ഏകാദശി ദേവി മുരനെ വധിക്കുന്നു. ആ ശബ്ദവും ബഹളവും എല്ലാം കൂടെ കേട്ടിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ നിദ്രയിൽ നിന്നുകൊണ്ട് ഉണർന്ന് നോക്കുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതിയും ഒരു ദേവി അവിടെ നിൽക്കുന്നു. മുരൻ മരിച്ചു കിടക്കുന്നു. ആരും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ആരും പറയുന്നുണ്ട്, ഭഗവാനെ ഞാൻ അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അങ്ങയുടെ തന്നെ അംശമാണ് ഞാന്. ഈ മുരൻ എന്ന് പറയുന്ന അസുരനെ അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയം അങ്ങയിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചിട്ട് ആ മുരനെ കൊന്നു എന്ന് പറഞ്ഞു. ഭഗവാന് ഭയങ്കര സന്തോഷമായിട്ടാണെങ്കിൽ അതും ഭഗവാനെ ഉണർത്താതൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ഏകാദശി ദേവി ആണെന്നുണ്ടെങ്കിൽ ഭഗവാന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്. അങ്ങനെ ശാന്തമായിട്ട് ഈ മുരനുമായിട്ട് യുദ്ധം ചെയ്തെന്നുള്ളതാണ്. ഭഗവാന് വളരെ സന്തോഷമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട്, ദേവിക്ക് എന്താണ് വരം വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോളൂ എന്ന് പറയും. ഞാൻ പറയും, ഏകാദശി ദിവസമാണ് നീ എന്നിൽ നിന്നിട്ട് ഉത്ഭവിച്ചത്, അതുകൊണ്ട് നിന്റെ പേര് ഏകാദശി എന്ന് തരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഏകാദശി ദേവി പറയുന്നുണ്ട്, ഭഗവാനെ ഏകാദശി ദിവസമാണല്ലോ ഞാൻ അങ്ങയിൽ നിന്നിട്ട് വന്നത്, അതുകൊണ്ട് ഈ ദിവസത്തെ വ്രതം ആരെടുക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അവരുടേതായ എന്ത് ആഗ്രഹങ്ങളാണ് അവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പൂർണ്ണമാക്കി കൊടുക്കണം. അവസാനം അങ്ങയുടെ ധാമം അവർക്ക് പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠധാമ പ്രദാനം ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. ഏകാദശി ദിവസം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു നേരം ഊണ് കഴിക്കാമെന്നാ പറയുന്നത്, പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സാധാരണയായിട്ട് അന്നദാനങ്ങൾ കഴിക്കില്ല. ഭഗവാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഏകാദശിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടായ എന്താ, ഏകാദശിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുത്തതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ മുരനെ ജീവിപ്പിക്കുന്നു. മുരനും അവന്റെ ആത്മാവിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു ഭഗവാനെ. എന്നിട്ട് പറയുന്നുണ്ട്, അന്നേരം മുരൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ എവിടെയാണ് പോയിരിക്കേണ്ടതെന്ന് ചോദിക്കുക, എനിക്ക് ഏത് സ്ഥലമാണ്? അന്നേരം പറയുന്ന എല്ലാ ധാന്യങ്ങളിലും നീ പോയിട്ട് ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്, മുരനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏകാദശി ദിവസത്തിലെ ധാന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ്, പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ ഗോതമ്പ് കഞ്ഞിയെ കൊടുക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ ഐതിഹ്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പുസ്തകങ്ങളിലുള്ള ഐതിഹ്യമേ എനിക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ ഇസ്കോൺകാരുടെ ആ ഒരു ശാസ്ത്രം അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഗോതമ്പ്, അരി, പയറ്, പിന്നെ തുവരപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ധാന്യങ്ങളിൽ ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. മുരനോട് പറഞ്ഞത് എന്താ, ധാന്യങ്ങളിൽ പോയിരിക്കും എന്നാ പറയുന്നത്. അന്നേരം ആ ധാന്യങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആസുരികത നമ്മളിൽ വർദ്ധിക്കും. അന്നേരം ഏകാദശിയുടെ ഫലം നമുക്ക് കിട്ടില്ല എന്നാ പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീനി പുഴുങ്ങി തിന്നാം, അങ്ങനെ കാച്ചില് ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ളത്, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, പിന്നെ പഴം, പാല്, എല്ലാ കാര്യങ്ങളും നമുക്ക് കുടിക്കാം. ശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ദിവസവും നമ്മളാണെന്നുണ്ടെങ്കിൽ വെട്ടി വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത്, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഈ ദഹനേന്ദ്രിയത്തിനൊക്കെ ഭയങ്കര വർക്കാ നടക്കുന്നതെന്നുള്ളതാണ്. ഒരു ദിവസം മാസത്തിൽ 2 ദിവസം നമ്മൾ കഴിക്കാതിരുന്ന ഈ ദഹനേന്ദ്രിയത്തിന് ഒരു റെസ്റ്റ് കിട്ടും.
അന്നേരം നമ്മുടെ ടോക്സിൻസ് എല്ലാം ഉണ്ടല്ലോ പുറന്തള്ളി പോകുന്ന പറയുന്നത്. അന്നേരം ഇതിപ്പോ നോക്ക്, എല്ലാവർക്കും സർക്കാർ ജീവനക്കാരായാലും പ്രൈവറ്റ് ജീവനക്കാരായാലും ആരായി കഴിഞ്ഞാൽ അവർക്ക് സൺഡേ ഒരു ദിവസം അവധി കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ദൈനംദിനത്തിന് നമ്മൾ എന്നാ അവധി കൊടുക്കുന്നത്? എപ്പോഴും ഇങ്ങനെ പശിച്ചുകൊണ്ടിരിക്കുമല്ലേ പാവങ്ങൾ, എന്തോരം കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നോക്ക്. അന്നേരം അവർക്ക് മാസത്തിൽ 2 ദിവസം അവധി കൊടുക്കണമെന്നേ. അതിന് ലൈറ്റ് ആയിട്ടുള്ള ഇത് പാല് പഴം അങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകാദശി വ്രതം എടുക്കാം. ഈ ഏകാദശി വ്രതത്തിനെ പറ്റി ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചപാണ്ഡവരോട് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. ഈ പഞ്ചപാണ്ഡവർക്ക് എന്നും കഷ്ടങ്ങളും ദുരിതങ്ങളും, ഒരു ദുരിതം അങ്ങോട്ട് ദുരിതത്തിൽ നിന്ന് കരകയറി കഴിയുമ്പോൾ അടുത്ത ദുരിതം ഉടനെ അവർക്ക് വരും എന്നുള്ളത്. അല്ലെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്, ഇതിന്റെ പരിഹാരം എന്താണെന്ന് കൃഷ്ണനോടാണെങ്കിൽ ധർമ്മപുത്രർ ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ 24, ചിലപ്പോൾ 25 ഏകാദശി അല്ലെ 26 ഏകാദശി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാസത്തിൽ 3 ഏകാദശി വരാറുണ്ടെന്നുള്ളതാണ്, ചിലപ്പോഴൊക്കെയാണ് അങ്ങനെ. അങ്ങനെ 25, നോർമലി 24 പറയുന്നത്. ആ 24 ഏകാദശി നിങ്ങളാണെന്നുണ്ടെങ്കിൽ കറക്റ്റിന് എടുക്കണം. കറക്റ്റിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വളരെ ഭദ്രമാവുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഭീമൻ പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നു എന്തൊക്കെ കഴിക്കാമെന്നുള്ളത്. കാര്യം ഇങ്ങനെ ധാന്യങ്ങളൊന്നും കഴിക്കരുത്, പഴവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങൾ അങ്ങനെ പാല് അതെല്ലാം കഴിക്കാൻ നമുക്ക് എന്നൊക്കെ പറയും. ഭീമൻ പറയും, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഇങ്ങനെ ഒന്നും കഴിക്കാതുള്ള വ്രതമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചത്തുപോകും എന്നൊക്കെ ഭീമൻ ഇങ്ങനെ രോദനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ സ്വയം എന്താ പറഞ്ഞത്? ഭീമ, നീ ഒരു കാര്യം ചെയ്യ, നീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടേണ്ട, നീ വർഷത്തിൽ ഒരു ഏകാദശി എടുത്താൽ മതി. ആ ഒരു ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർജ്ജലം, ജലം പോലും അന്നത്തെ ദിവസം കുടിക്കാൻ പാടില്ല. ആ ഒരു ഏകാദശി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 24 ഏകാദശി എടുത്തതിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ജൂണിലാണ് ആ ഏകാദശി വരുന്നത്, നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ജലം പോലും കുടിക്കില്ല. അങ്ങനെ നിർജ്ജല ഏകാദശി എടുക്കാൻ ഭീമനോട് ഭഗവാൻ സ്വയം പറഞ്ഞു. അങ്ങനെ ഭീമന് നിർജ്ജല ഏകാദശി എടുത്ത് ബാക്കി എല്ലാവരും മാസത്തിൽ 2 ഏകാദശി എടുത്ത് അവരുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടി അവസാനം എന്താ അവര് വന്നത്? ഹസ്തിനപുരത്തെ ചക്രവർത്തിയായിട്ട് വാഴാൻ വേണ്ടിയിട്ടുള്ള ആ മഹാഭാഗ്യം, ചക്രവർത്തി സ്ഥാനം അവസാനം കിട്ടി എന്നുള്ളതാ. അങ്ങനെ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏകാദശി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ട്. ഏകാദശി ദേവി നമ്മളെ അനുഗ്രഹിക്കും. ഭഗവാൻ സ്വയം ഏകാദശി ദേവിയോട് പറഞ്ഞതാ, ഈ ദിവസം ആര് വ്രതം എടുക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഞാൻ അനുഗ്രഹിക്കുന്നു, അവർക്ക് അവസാനം മോശപ്രാപ്തിയും കൊടുക്കുന്നു എന്നാ പറഞ്ഞെന്നുള്ളത്. അതുകൊണ്ട് ഏകാദശി വളരെ കറക്റ്റിന് എല്ലാവരും എടുക്കുക. തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഒന്നും കഴിക്കാതെ അന്നത്തെ ദിവസം വ്രതം എടുക്കുക. പിറ്റേ ദിവസം ഏകാദശി, അതിന്റെ പിറ്റേ ദിവസം ദ്വാദശിക്ക് പാരണ ടൈമുണ്ട്. ആ പാരണ ടൈം മിക്കവാറും എല്ലാ കലണ്ടറിലും ഉണ്ട് അതിന്റെ. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഒരുപാട് വരാറുണ്ട്. അതിന് ആ പാരണ ടൈമില് കുറച്ച് വെള്ളം എടുത്തിട്ട് തുളസി തീർത്ഥം എടുത്തിട്ട് തുളസി ഇലയും കൂടി എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനോട് പറയണ, അംബുജാശ പുണ്ടരീകാശ, എന്റെ വ്രതത്തിന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് മാപ്പാക്കി വ്രത ഫലശുദ്ധി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പാരണ വീട. എന്നിട്ട് എന്തെങ്കിലും ഒരു അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവലോ എന്തെങ്കിലും എടുത്ത് കഴിച്ച് പാരണ വീട്ടാവുന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ദ്വാദശിയുടെ ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നോൺ വെജ് ഒന്നും കഴിക്കരുത്. അന്നും ഒരു നേരം കഴിക്കാൻ പറയുന്നത്. എന്നാൽ തന്നെ പിന്നെ നമുക്ക് ദ്വാദശിക്ക് ആസ് യൂഷ്വൽ ഇത് ചെയ്യുക. അങ്ങനെ നമ്മൾ ഏകാദശി വ്രതത്തിന്റെ മഹത്വമാണ് ഈ അംബരീഷ ചരിത്രത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. ഏകാദശി വ്രതത്തിന് ഭയങ്കര മഹത്വമുണ്ട്. ഒരു രാജ്യത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ആ ഗാർഡനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവന്മാർ വന്നിട്ട് പോലും പൂവ് ഇറുത്തുകൊണ്ട് പോകുമായിരുന്നു. ഒരിക്കലും അവർ വിമാനത്തിൽ വരുന്ന സമയത്ത് പൂവ് ഇറുത്ത് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ ചെന്ന് അവരുടെ വിമാനത്തിൽ ഇങ്ങനെ തൊട്ടു, മനുഷ്യരാരോ ചെന്നിട്ട്, അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് വിമാനം പിന്നെ മൂവ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. വിമാനം പറന്നു വരാൻ അവർക്ക് പറ്റുന്നില്ല, ദേവലോകത്ത് പോകാൻ പറ്റുന്നില്ല. ഇതിനന്നേരം ഒരു പരിഹാരം വേണമല്ലോ. അവിടുത്തെ രാജാവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഘോഷണം ചെയ്തു, ഏകാദശി അന്നേരം പറയുന്നുണ്ട്, ഏകാദശി വ്രതം മുടങ്ങാതെ കറക്റ്റിന് എടുക്കുന്ന ആരുണ്ടോ അവര് വന്ന് ഈ വിമാനത്തെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിമാനം പറത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് ദേവന്മാര് പറയുന്നു. അങ്ങനെ രാജാവ് അവിടെ ഘോഷണ ചെയ്തു, രാജ്യത്ത് ആരെ ഏകാദശി എടുത്തിട്ടുണ്ടോ അവര് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഏകാദശി എടുക്കുന്ന എല്ലാവരും അവിടെ വന്നു. എല്ലാവരും അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ തൊട്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. ഒരമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര്
വർഷങ്ങളായിട്ട് മുടങ്ങാതെ ഏകാദശി അതിന്റെ രീതി അനുസരിച്ച് അവർ നോക്കുന്നവരായിരുന്നു. അവർ വന്ന വിമാനത്തിലുള്ള സമയത്ത് വിമാനം പറന്ന് സ്വകലോകത്തേക്ക് ദേവന്മാർക്ക് പോകാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഏകാദശി മഹത്വത്തെ പറ്റി. ഇനിയിപ്പം നമുക്ക് അംബരീഷ ചരിതം പറയാം. അംബരീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഭാഹൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകനായിരുന്നു അംബരീഷന്. ആ അംബരീഷൻ വളരെ ഭക്തൻ എന്ന് പറഞ്ഞ രാജർഷി. ഇന്നലെ ഞാൻ പറഞ്ഞു, രാജർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രാജാവാണ്, പക്ഷേ എന്താണ്, ഋഷിമിയുടെ ജീവിതമാണ് അവർ നയിക്കുന്നത്. യമുന തട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടിലൊക്കെ വെച്ചിട്ട് ഭാര്യയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അദ്ദേഹം കൂടി അവിടെ വസിക്കുന്നു. ആ രാജ്യകാര്യങ്ങളിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുന്നില്ല. വളരെ ഭംഗിയായിട്ട് രാജ്യകാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ പൂജാതി കാര്യങ്ങളിലും അവർ രണ്ടുപാടും ഇങ്ങനെ മുഴുകി ജീവിക്കുന്നു. ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശിയാണ്. ദ്വാദശി വ്രതവും എടുക്കുന്നുണ്ട് ഇദ്ദേഹം. എന്നിട്ട് അംബരീഷനാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ ഇതായിട്ടിരിക്കുന്ന സമയത്തുണ്ട് ഇന്ദ്രൻ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും യാഗങ്ങളോ യജ്ഞങ്ങളോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തിലേക്ക് കൂടുതൽ പ്രയാണം ചെയ്യുന്നുണ്ടോ, ഇന്ദ്രൻ എന്താ വിചാരിക്കുന്നത്, ഓ എന്റെ ഇന്ദ്രപട്ടം പോയി കഴിഞ്ഞു, ഇനി അടുത്തത് ഇവനായിരിക്കും ഇന്ദ്രന് എന്നുള്ള ആ ഒരു എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ആയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരിക്കൽ ദുർവാസാവിനോട് പറഞ്ഞു, ഭഗവാനെ ഇതേപോലെ അംബരീഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇന്ദ്രപ്പട്ടം കൈയടക്കാൻ വേണ്ടിയിട്ട് ദ്വാദശി വ്രതവും അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ആ വ്രതത്തിന് ഭംഗം വരുത്തണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ചൂടാക്കി കൊടുത്തു എന്നുള്ളത്. ദുർവാസാവ് പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കത്തില്ല. അദ്ദേഹത്തിന് വേറൊരു ഇതുകൊണ്ട്, തന്റെ എതിരാളിയുടെ മുന്നിൽ നിൽക്കുന്ന സമയം അവരുടെ പകുതി ബലം കൂടി ഇദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്, ദുർവാസാവിന് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ദുർവാസാവ് മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ അംബരീഷന്റെ വ്രതത്തിന് ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് ദുർവാസാവും ബാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും കൂടെ ഈ സമയം നോക്കിയിട്ട് ഇവിടെ വരുന്നു, യമുനത്തട്ടിൽ വരുന്നു. അന്നേരം അംബരീഷ് മഹാരാജാവിന് ഭയങ്കര സന്തോഷമായി. എന്താന്ന് പറഞ്ഞ ഋഷിവരനല്ലേ വരുന്നത്, അത് ഭഗവാന്റെ സാക്ഷാൽ പരമേശ്വരന്റെ അംശമാണ് ദുർവാസാവ്. ഭയങ്കര സന്തോഷമായി വേണ്ടുന്നതുപോലെ ആദരിച്ച് സ്വീകരിച്ച് എല്ലാം ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് പാരണ സമയം വീട്ടിയിട്ട് നമുക്ക് പിന്നെ അതെന്നുണ്ടെങ്കിൽ വിഭവസമർത്ഥമായിട്ടുള്ള സദ്യ കഴിക്കാം, അതുകൊണ്ട് വന്നാട്ടെ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ്, അംബരീഷന്റെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആടിപ്പാടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അന്നേരം ആടിപ്പാടി യമുനയിൽ പോകുന്ന സമയം പോയി കഴിഞ്ഞു. ദ്വാദശിയുടെ ആ പാരണ വീടിന്റെ ആ സമയം കഴിയുന്നു. മഹാരാജാവ് വിചാരിച്ചു, ഞാൻ എന്താ ചെയ്യുന്നത് ഭഗവാനെ, എന്റെ വ്രതത്തിന് ഭംഗം വരുമല്ലോ. അന്നേരം അവർക്കെല്ലാവർക്കും അവിടെ ആരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു. എന്ത് ഉപദേശിച്ചു കൊടുത്തു, വെറും ഒരു ശകലം വെള്ളം മാത്രം കുടിച്ചിട്ട് പാരണ വീട്ടു എന്ന് പറയും. അങ്ങനെ വസിഷ്ഠമുനി ഉപദേശിച്ചനുസരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പാരണ വീട്ടി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ദുർവാസാവിനെ അറിയാമല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞ ആത്മജ്ഞാനികളല്ലേ. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഓ ഇവിടെ അംബരീഷനെ എന്നെ കൂടാതാണെന്നുണ്ടെങ്കിൽ അവിടെ പാരണ വീട്ടിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്രോധിച്ച് ഇങ്ങോട്ട് വരുക. ഇവിടെ യമുനത്തട്ടില് അവരുടെ കുടിലിൽ വരുന്നു. കുടിൽ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിഥിയാണ്, പക്ഷെ നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിഥിയെ സൽക്കരിക്കാതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ സ്വയം പാരണ വീട്ടിൽ കഴിഞ്ഞു, നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ക്രോധത്തിന്റെ അങ്ങേയറ്റ ഘട്ടത്തിൽ എന്ത് ചെയ്തു ഉദ്യോഗം, തന്റെ ജട പറിക്കുവാണ്. ജട പറിച്ചിട്ട് താഴെയടിക്കുന്നു. താഴെയടിച്ച സമയത്താണ് കൃത എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അംബരീഷനെയാണെന്നുണ്ടെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് കൃത അടുക്കുവാണെന്നുള്ളതാണ്. കൃത അടുക്കുന്ന സമയത്ത് അംബരീഷന് യാതൊരുവിധ കൂസലും ഇല്ല, ചാഞ്ചാട്ടവും ഇല്ല. ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ, ഞാൻ ആരുമല്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴുത്തോണ്ട് അവിടെ നിൽക്കുന്നു. തൊഴുത്തോണ്ട് അവിടെ നിന്ന സമയത്ത് അംബരീഷന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തന്റെ സുദർശന ചക്രം അംബരീഷന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ തന്നെ അംബരീഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അംബരീഷന്റെ നെറ്റിത്തടത്തിൽ സുദർശന ചക്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സുദർശന ചക്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൃതയെ ചെന്നിട്ട് കൊന്നു എന്നുള്ളതാണ്. ഹൃദയ ചെന്ന് കൊന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാ പോണത്, ദുർവാസാവ് പേടിച്ച് ഓടടാ ഓട്ടോ. ആദ്യം എവിടെയാ ചെന്നത്, ബ്രഹ്മലോകത്ത് പോവുക. ബ്രഹ്മാവ് പറഞ്ഞു, ഈ സുദർശന ചക്രത്തിനെ ഉണ്ടല്ലോ തടുക്ക എന്നെ കൊണ്ടാവില്ല, നീ ഒരു കാര്യം ചെയ്യ, കൈലാസത്ത് പോ,
കൈലാസത്ത് പോയിട്ട് ശ്രീ പരമേശ്വരനോട് പറയൂ എന്ന് പറയും. നേരെ കൈലാസത്ത് പോകുന്നു. കൈലാസത്ത് പോകുമ്പോഴേ ഭഗവാനും പറയുന്നത് എന്താ, ഈ ചക്രത്തിന് ഇയാളെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് യാതൊരു രക്ഷയില്ല, ഇത് സാക്ഷാൽ ഭഗവാന്റെ വൈകുണ്ഠേശ്വരന്റെ ചക്രമാണ്. ഈ ചക്രം ആരേകലയും അടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അവിടെ തന്നെ നിന്നിട്ട് അവിടെ സാഷ്ടാംഗം പ്രണമിക്കൂ, എന്നിട്ട് ഭഗവാനില് അഭയം തേടൂ എന്ന് പറഞ്ഞിട്ട് നേരെയാണെന്നുണ്ടെങ്കിൽ ദുർവാസാവ് എവിടെ പോന്നു, വൈകുണ്ഠത്തിലേക്ക് പോന്നു. വൈകുണ്ഠത്തിലേക്ക് പോകുന്നപ്പോ ഭഗവാൻ എന്താ പറയുന്നത്, ഏ ഈ ചക്രത്തിനെ അടക്കാൻ ഞാനും പ്രാപ്തനല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭക്തനെയാണ് നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപമാനിച്ചതെന്നുള്ളത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതിനെ അടക്കാൻ പറ്റത്തില്ല. എന്റെ ഭക്തനെ എന്റെ ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ അടക്കാൻ പറ്റത്തുള്ളൂ, ഈ സുദർശന ചക്രത്തിനെ പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നേരെ നീ ഒരു കാര്യം ചെയ്യ്, അംബരീഷനോട് അടുത്ത് പോ. ഭഗവാൻ എന്നിട്ട് എന്താ പറയുന്നത്, ഞാന് വൈകുണ്ഠ ഇന്ന യോഗികളുടെ മനസ്സില് ഞാൻ എവിടെയാണുള്ളത്, ഭക്തരുടെ മനസ്സിലാണുള്ളത്. അതുകൊണ്ട് നീ നേരെ അംബരീഷന്റെ അടുത്ത് പോകും. അംബരീഷന്റെ അടുത്ത് പോയിട്ട് അംബരീഷൻ എന്ത് പറയുന്നുവോ അതേപോലെ കേൾക്കാൻ പറയുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് ഓടി അവിടെ നിന്ന് വൈകുണ്ഠത്തിൽ നിന്ന് ഓടി ഇവിടെ വന്നു. ഇവിടെ അപ്പോഴത്തേക്ക് 1 വർഷമായെന്നുള്ളതാ. പക്ഷേ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അംബരീഷൻ എന്താ ചെയ്തത്, വെറും വെള്ളം കുടിച്ചതല്ലേ ഉള്ളൂ. 1 വർഷക്കാലം വെള്ളം മാത്രം കുടിച്ചിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളതാ. എന്നിട്ട് നേരെ ദുർവാസാവ് അംബരീഷന്റെ കാൽക്കൽ വീഴുക എന്നുള്ളത്. കാൽക്കൽ വീണിട്ട് മാപ്പപേക്ഷിക്കുന്നു. മാപ്പപേക്ഷിച്ചിട്ട് അംബരീഷനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമെന്ന്, മുനെ അങ്ങനെ ചെയ്യരുത്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുമല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദുർവാസാവിന് ഭയങ്കര സങ്കടമായി. അങ്ങനെ മനസ്സിലഞ്ഞ് എല്ലാവിധ അനുഗ്രഹങ്ങളും അംബരീഷൻ അവസാനം കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഈ അംബരീഷ ചക്രവർത്തിയോട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ മാപ്പ വഹിച്ചപ്പോഴത്തേക്ക് തിരുചക്രം ഭഗവാന്റെ അടുത്തേക്ക് തന്നെ സുദർശന ചക്രം തിരിച്ചു പോയി. അങ്ങനെ വളരെയാണെന്നുണ്ടെങ്കിൽ ഭക്തിയുടെ പരമോന്നതയിൽ വരുന്ന ഭക്തന്മാരെ ഉണ്ടല്ലോ, ഭഗവാൻ അവര് പറയാതെ തന്നെ അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളതായി. അന്നേരം അതിന്റെ അർത്ഥം എന്താ, നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തി ഉണ്ടോ, ഭഗവാൻ ഭക്തി മാത്രമല്ല, ആ ഭക്തിയിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ താഴ്മ വേണം. ആ താഴ്മയുണ്ടോ, എന്നാൽ മാത്രമേ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. നമ്മുടെ പൂന്താനം ജ്ഞാനപ്പാന എഴുതിയത് അത് മലയാളത്തിലല്ലേ ജ്ഞാനപ്പാന എഴുതിയത്. നമ്മുടെ ഭട്ടതിരിപ്പാട് അവിടെ ആ സമയത്തുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ ഭജന ഇരുന്നിട്ട് നാരായണി എഴുതുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ വാതരോഗമൊക്കെ കുറച്ച് മാറി തുടങ്ങി, നല്ലോണം ഭേദമായി തുടങ്ങി. എന്നിട്ട് ഈ പൂന്താനം രാവിലെ എന്നും അമ്പലത്തിൽ വരും, തൊഴും, പിന്നെ ഭട്ടതിരിപ്പാടിനെ കാണും, വർത്തമാനമൊക്കെ പറയും. അങ്ങനെ പൂന്താനം ജ്ഞാനപ്പാന എഴുതി. എന്നിട്ട് എന്താ അതിന്റെയൊക്കെ കറക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ കൈ കൊടുക്കുവാണ്, നാരായണ ഭട്ടതിരിപ്പാടിന്റെ, നമ്മുടെ ഭട്ടതിരിപ്പാടിന്റെ കൈ കൊടുക്കുക. ഭട്ടതിരിപ്പാട് പറയും, ഇത് മലയാളമല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല പൂന്താനം, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വേറെ ആരെ കൊണ്ടെങ്കിലും ഇതിനെ നോക്കിക്കൂ, കറക്റ്റ് ചെയ്യിപ്പിക്കൂ എന്ന് പറയും. പൂന്താനത്തിന് ഭയങ്കര സങ്കടം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ, അദ്ദേഹം ഭയങ്കര സംസ്കൃത പണ്ഡിതനല്ലേ, പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് തന്നെ അപരാധമായി പോയി. അങ്ങനെയാ പൂന്താനം വിചാരിച്ചെന്നുള്ളത്. അങ്ങനെ വിചാരിച്ച സങ്കടത്തിൽ അദ്ദേഹം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി അവിടെ നിന്നിട്ട് പോയി. അന്ന് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാടിന്റെ വാതരോഗം മൂർച്ഛിച്ചു എന്നുള്ളതാ. മൂർച്ഛിച്ചിട്ട് ഭഗവാൻ അരുളിപ്പാടി ചെയ്യുക. എന്താ ചെയ്യുന്നത്, പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം, നിന്റെ വിഭക്തിയെക്കാളും നിന്റെ പാണ്ഡിത്യത്തെക്കാളും പൂന്താനത്തിന്റെ നിഷ്കളമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഭക്തിയാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് നിനക്ക് എന്തേ അതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തേ എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിച്ചു ഭഗവാൻ എന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ പൂന്താനത്തിന്റെ ഇല്ല, അത് ദൂരമാണ്. എന്നിട്ട് അങ്ങാടിപ്പണ എവിടെയാ, അങ്ങാടി തിരൂരും കഴിഞ്ഞിട്ട് പിന്നെയും പോകണമെന്നുള്ളതാണ്. അവിടെ ഗുരുവായൂർ നിന്നിട്ട് അവിടെ രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഇല്ലത്ത് വന്നു എന്നുള്ളത്. ഞങ്ങളെല്ലാം ആ ഇല്ലത്ത് പോയിട്ടുണ്ട്. ആ ഇല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് അന്നുണ്ടെങ്കിൽ വിമാനം കൊണ്ടുവന്നിട്ട് പൂന്താനത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നൂല്ലേ, ആ കഥയൊക്കെ അറിയാമായിരിക്കുമല്ലോ. അവിടെ ഇപ്പൊ എല്ലാം തുളസിത്തറയാണെന്നുള്ളത്. അങ്ങനെ ആ ഇല്ലത്ത് ഭട്ടതിരിപ്പാട് ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂന്താനത്തിനോട് മാപ്പ് ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജ്ഞാനപ്പാനം വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവുക. പിന്നെ കൈ കഴിഞ്ഞൊരു മോതിരം അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത്. അതിനെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ,
പണ്ഡിതന്മാരും അങ്ങനെയൊന്നും ആവണ്ട. നിഷ്കളങ്കമായിട്ടുള്ള ആ ഭക്തിയാ ഭഗവാന് വേണ്ടുന്നെന്നുള്ളത്. ആ ഭക്തി ആരിലുണ്ടോ തീർച്ചയായിട്ടും ഭഗവാനാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അവർ ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം കൊടുക്കുന്നതാണ്. എല്ലാം അറിയാമല്ലോ എവിടെയാ ഭഗവാൻ ഉള്ളത്. യഥാർത്ഥത്തിലെ ഭഗവാൻ നമ്മുടെ തന്നെ ഉള്ളിലല്ലേ ഉള്ളത്. ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് പിന്നെ നമ്മൾ ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അറിഞ്ഞ് ഭഗവാൻ എല്ലാം നമുക്ക് തന്നോളും. ആ കണ്ണനെ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കണ്ണനെ നമ്മൾ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുക. ശരണമീകണി ഗരുഡഭാഗന, ശരണമീകണി ഗർവനാശന, ശരണമേകണി സച്ചിദാനന്ദ, ശരണമേകണി ഭക്തവത്സല. ആ ഒരു പ്രാർത്ഥന മാത്രം മതി എന്നുള്ള. ശ്യാമസുന്ദര കൃഷ്ണ ശ്യാമസുന്ദര, ശ്യാമസുന്ദര കൃഷ്ണ ഭുവന സുന്ദര, ശ്യാമസുന്ദര കൃഷ്ണ ശ്യാമസുന്ദര, ശ്യാമസുന്ദര കൃഷ്ണ ഭുവന സുന്ദര. ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്. കാലിയാന്നിപ്പം ഗോരയായിരുന്നെന്നുണ്ടെങ്കിൽ എത്ര ഇന്ന് കാലി ആയണൊക്കെ പോലും കറമ്പൻ ആയണൊക്കെ പോലും ലോകര് മാലോകര് അങ്ങക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. അന്നേരം ഗോരയായിരുന്നെന്നുണ്ടെങ്കിൽ എന്താവും? അന്നേരം ഭഗവാൻ തന്നെ പറയുന്നത് എന്താ? ഞാന് എല്ലാവരും വെളുത്തിട്ടായിരിക്കുന്നത്. അതായത് ഞാൻ എല്ലാവരെ പോലെ വെളുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭുവനസുന്ദരനാവാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ ഏറ്റവും അധികം സുന്ദരനാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്യാമസുന്ദരനാവാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്? കരിയെല്ലാം കൂടെ വാരി അങ്ങ് തേച്ചു. വാരി തേച്ചിട്ട് ശ്യാമസുന്ദരനായി ഭുവനസുന്ദരനായി. ഒരു സെപ്പറേഷൻ വേണ്ടേ? എല്ലാരും വെളുത്തല്ലേ ഇരിക്കുന്നത്. ബലരാമചേട്ടൻ വെളുത്തായിരിക്കുന്നതെന്ന്, എന്റെ അമ്മ വെളുത്ത, യശോദാമ്മ വെളുത്തായിരിക്കുന്നതെന്ന്, നന്ദബാബ വെളുത്തായിരിക്കുന്നത്, എല്ലാരും വെള്ളയല്ലേ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്തത്? കരിവാരി തേച്ചിട്ട് അത് കുറൂരമ്മയുടെ കുട്ടിക്കളി മുത്തു മുത്തു കൂട മുടച്ചപ്പോഴരെ കുട്ടകത്തിൽ അടച്ചിട്ടു കുറൂരമ്മ. ആ കുറൂരമ്മയുടെ ആ കുട്ടകത്തിലെ കരിയ വാരി ഞാൻ തേച്ചിട്ട് കർമ്മനായിരിക്കുന്നുള്ളത്. ഭഗവാന്റെ ഓരോരോ ലീലകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദശകത്തിലേക്ക് കടകാം. അംബരീഷ ചരിതമാണ്. ആ പൊന്നു ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വൈവസ്വതാക്കിമനിപുത്ര നഭാഗജാത, നാഭാഗനാമക നരേന്ദ്രസുതോ അംബരീഷഃ, സപ്താർണവാവൃതമഹീത ഇതോഭിരേമി ത്വൽസംഗിഷു തുജമഗ്നമനാ സദൈവ. വൈവസ്വതാക്കിമനിപുത്ര നഭാഗജാത, നാഭാഗനാമക നരേന്ദ്രസുതോ അംബരീഷ, സപ്താർണവാവൃതമഹീത ഇതോഭിരേമി ത്വൽസംഗിഷു തുജമഗ്നമനാഃ സദൈവ. വൈവസ്വതാക്കിമനുപുത്ര നഭാഗജാത, നാഭാഗനാമക നരേന്ദ്രസുതോ അംബരീഷഃ, സപ്താർണവാവൃത മഹീത ഇതോ വിരേമി ത്വൽസംഗിഷു തുജമഗ്നമനാ സദൈവ. വായിക്കാമോ നിങ്ങൾക്ക്? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. 33-ാം തെറ്റ അംബരീഷ ചരിതം. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാത, നാഭാഗനാമക നരേന്ദ്രസുതോമംബരീഷ, സാർണവാമൃത മഹീദയിതോ അഭിരേമേ ത്വൽസംഗിഷു ത്വയിജമഗ്നമനാ സദൈവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. വൈവസ്വതാഖ്യാമനുപുത്രനാഭാഗജാത, നാനാഭാഗനാമക നരേന്ദ്രസൂതോ അംബരീഷ, സപ്താർണവാവൃത മഹീയതോ അവീരേമേ ത്വൽസംഗിഷു ത്വയിജമഗ്നമനാ സദൈവ. ഹരേ കൃഷ്ണ. സദൈവ. സദൈവ. ഭഗവതേ വാസുദേവായ. വൈവേസ്വദാഖ്യമനുപുത്രനാഭാഗജാത, നാഭാഗനാമ നരേന്ദ്രസുതോ അംബരീഷ, സപ്താർണവാവൃത മഹിതയതോ വീരമേ സ്വസംഗീഷു ത്വയിജമഗ്നമനാ സദേവ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. വൈവസ്വദാഖ്യാനമനുപുത്ര നാഭാഗജാത,
നാമക നരേന്ദ്രസുതോ അംബരീഷ സപ്താർണവൃത മഹീതൈതോപി രേമേ ത്വത്സംഗീഷു ത്വയി ച മഗ്നമനാ സദൈവ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയുടെ വായിക്കോ? പ്രവചി വായിക്കാൻ. പ്രവചിമാരില്ലേ? ഹരേ കൃഷ്ണ. വൈവസ്വതാഖ്യമനുപുത്രന ഭാഗജാത നാഭാഗ നാമക നരേന്ദ്ര സുതോം അംബരീഷ സപ്താർണവാവൃത മഹീദൈതോ വീരേ മേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വൈവസ്വതാക്കി മനുപുത്രൻ നഭാഗജാത. വൈവസ്വത്തിലെ മനുവിന്റെ പുത്രനായിട്ടുള്ള നഭാഗന്റെ പുത്രന്. എന്നിട്ടോ നഭാഗ നാമക നരേന്ദ്ര സുതോ അംബരീഷ. നഭാഗന്റെ പുത്രന്റെ പേരെന്താണ്? അംബരീഷൻ. സപ്താർണവാവൃത മഹീത ഇതോഭിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. എല്ലാം എന്ന് പറഞ്ഞ 7 ആഴിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മൊത്തം ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. സപ്താർണവാവൃത മഹീത ഇതോപി 7 ആഴികൾ ഈ ചൂഴുമൂഴിയുടെ അധിപതി ആയിരുന്നിട്ടു ചക്രവർത്തിയാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇന്ത്യ മാത്രമൊന്നും അല്ലായിരുന്നു അന്നത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോകം മൊത്തം ഒരാളെ ഇതിലായിരുന്നു. ഈ അംബരീഷൻ അത്രയും വലിയ ചക്രവർത്തിയാ. എന്നിട്ടും സദാ എന്താ എപ്പോഴും എന്താ ത്വത്സംഗീഷു ത്വയി മഗ്നമനാ സദൈവ. എപ്പോഴും അങ്ങയുടെ ഭക്തിയിലാണ്. ഏത് സമയത്തും ഭഗവാന്റെ ആസക്തിയിലാണ്, ഭഗവാന്റെ ശക്തിയിലാണ്, ഭഗവത് ഭക്തരിലാണ്. അങ്ങ് ഭഗവാനിലും ഭഗവത് ഭക്തരിലുമാണ്. സദായവ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ രേമി. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളിലും ഭഗവാന്റെ ഭക്തരുടെ കാര്യങ്ങളിലുമാണ് എപ്പോഴും അദ്ദേഹത്തിന് ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ചെയ്ത് എപ്പോഴും ആനന്ദത്തിൽ ജീവിക്കുമായിരുന്നു. ഭഗവത് ഭക്തന്മാരെപ്പോഴും എങ്ങനെയാ? ആനന്ദത്തിൽ നൃത്തമാകുക എന്നുള്ളത്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലല്ലോ. ടെൻഷൻ എന്തിനു വേണ്ടിയിട്ടാ? നാളെ എങ്ങനെയാവും ഏതാവും എന്നറിയാം. ഇതെല്ലാം ഭഗവാന്റെ കൈ കൊടുത്തിരിക്കുമല്ലേ. ആ ഭഗവാന്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നോക്കിക്കോളൂ. ഇപ്പൊ അംബരീഷനെ എങ്ങനെയാ ഭഗവാൻ നോക്കുന്നത്, അതേപോലെ നമ്മളെ നോക്കിക്കോളും. നമ്മളെ നോക്കാതെ ഭഗവാൻ എവിടെ പോകാനെ കൊണ്ടാ? എങ്ങും പോവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം എന്താ ആ തൃപ്പാദത്തിൽ സമർപ്പിക്കുക. ആ തൃപ്പാദത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ നോക്കിക്കോളും എന്നുള്ള. ഇവിടെ അംബരീഷൻ എങ്ങനെയാണ്? ചക്രവർത്തിയാണ്. ആ ചക്രവർത്തി ആയിട്ട് പോലും എന്താണ് എല്ലാ അങ്ങയിൽ മുഴുകിയിട്ട് സദാ മഗ്ന, എപ്പോഴും അങ്ങയുടെ ഭക്തിയിൽ മുഴുകിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഭക്തരിലെ എല്ലാ ഭക്തരെയും കൂടി നോക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് അതുകൊണ്ട് രാജ്യം ഏറ്റവും നല്ലതുപോലെ ഭരിച്ച് ഇപ്പം രാജാവ് ഭക്തനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രജകളും ഭക്തരായിരിക്കുമല്ലോ, ഓട്ടോമാറ്റിക് ഭക്തരാവുമല്ലോ. അങ്ങനെ ആ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളിലും നോക്കി അദ്ദേഹം എപ്പോഴും അങ്ങയിൽ ലമിച്ച് ആനന്ദമഗ്നായിട്ട് ജീവിക്കുമായിരുന്നു. ത്വൽപ്രീതയേ സകലമേവ വിദന്യേതോസ്യ ഭക്തൈവ ദേവനജിരാത ഭൃതാ പ്രസാദം യേനാസയാദിനമൃതേഭ്യേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാര. ത്വൽപ്രീതയേ സകലമേവ വിദന്യേതോസ്യ ഭക്തൈവ ദേവനജിരാത ഭൃതാ പ്രസാദം യേനാസ്യാദിനമൃതേഭ്യേ അഭിരക്ഷണാർത്ഥോ ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാര. ത്വൽപ്രീതയേ സകലമേവ വിദന്യേതോസ്യ ഭക്തൈവ ദേവനജിരാത ഭൃതാ പ്രസാദ യേനാസയാദിനമൃതേഭ്യേ അഭിരക്ഷണാർത്ഥോ ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാര. എന്താണ്? ത്വത്പ്രീതയെ സകലമേവ വിദന്യദോസ്യ ഭക്തൈവ ദേവ നജിരാത ഭൃതാ പ്രസാദം യേനാസ്യ ജാതനമൃതേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം യേനാസ്യ യാതനമൃതേ അഭിരക്ഷണാർത്ഥം യേനാസയാജനമൃതേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വത്പ്രീതയേ സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവ നചിരാദ്യ ഭൃത്യ പ്രസാദം
येनास्य याजनमृते अभिरक्षणार्थं चक्रं भवान् प्रविततार सहस्रतारम्। ഹരി ബോൾ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഉം. തത്പീതയേ സകലമേവ വിദാന്യുദോസ്യ വൈത്തൈവ ദേവനജിരാത പ്രസാദം യേനസ്യജനമൃതാ അഭിരക്ഷണം ഭവാൻ പ്രവിദാതാരം സഹസ്രധാരം. ഹരേ ഹരി ബോൾ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രീതയോ സകലമേവ വിദന്യതോ അസ്യ ഭക്തൈവ ദേവ നജിരാത വൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവനജിരാത ഹൃദാ പ്രസാദം യേനസ്യ യാചന ഹൃദയേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വത്പ്രീതയേ സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവനചിരാദാ പ്രസാദം യേനാസ്യ യാചനം ഹൃദേപ്യാഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ത്വൽപ്രീതയേ സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവനചിരാത വൃഥാ പ്രസാദം യേനാസ്യ യാചനം ഹൃദേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. ഒരു പ്രവചോട് വായിക്കൂ. ഇല്ലേ പ്രവചുമാര്? തത്പ്രീതയേ സകലമേവ വിദന്വതോസ്യ ഭക്ത്യൈവ ദേവ നജിരാദഫൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഹരേ കൃഷ്ണ. സുനിൽ എങ്ങനെയുണ്ട്? മാറ്റമുണ്ട്. എനിക്ക് BP അങ്ങോട്ട് കൺട്രോൾ ആയി വരുന്നില്ല. BP കുറഞ്ഞു നിൽക്കുക. കുറഞ്ഞു നിൽക്കുവാണോ? അത് ശരി. സൗണ്ടിൽ എന്തോ ഒരു ടയർനെസ് തോന്നുന്നു, അതാ ചോദിച്ചത്. സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല. സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട, റെസ്റ്റ് എടുക്കൂ കേട്ടോ. ത്വത്പ്രീതയെ സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവ നജിരാത ഭൃതാ പ്രസാദം. എന്താ എല്ലാം അവിടുത്തെ പ്രീതിക്ക് വേണ്ടി. ത്വത്പ്രീതയെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് എല്ലാം സകലമേവ വിദന്യതോസ്യ എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് മാത്രം അവർ ചെയ്യുന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും കുളിച്ചു, എന്നിട്ട് ജപമായി അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പൂജാതി കർമ്മങ്ങളായി, അത് കഴിഞ്ഞിട്ട് മംഗളാരതി, അത് കഴിഞ്ഞിട്ട് ഗുരുവാരതി, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് പ്രസാദം ഉണ്ടാക്കുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശ്രദ്ധ പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് യമുനയുടെ തലത്തില് ഋഷിമാരുടെ ജീവിതമായി ഈ രാജർഷികളെല്ലാം രാജാവാണ്. അവർ രാജാവിന്റെ എല്ലാവിധ കടമകളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്? ഋഷിമാരുടെ ജീവിതമാണ് അവർ നയിക്കുന്നതെന്നുള്ളതാണ്. എല്ലാം ത്വത്പ്രീതയെ സകലമേവ വിദന്യതോസ്യ ഭക്തൈവ ദേവ നജിരാത ഭൃതാ പ്രസാദ. അവിടുത്തെ പ്രസാദത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് ആ ഭക്തി, അംബരീഷന്റെ ഭക്തിയില് എന്താ പറ്റിയിരിക്കുന്നത്? ഭഗവാൻ സ്വയമാണെന്നുണ്ടെങ്കിൽ പ്രസന്നഭാവത്തെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഭഗവാൻ എന്താ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഭക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭഗവാൻ സ്വയം പ്രസന്നനാവും എന്നുള്ളത്. അങ്ങനെ പ്രസന്നനായിട്ട് എന്താ ചെയ്ത്? ഏന അസ്യ യാചന ഹൃദയവിയ ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല ഒരിക്കലും. അംബരീഷന് എന്താ എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാ. പക്ഷേ ഏനാസ യാചനം ഹൃദയ അഭിരക്ഷണാർത്ഥം എനിക്ക് ചോദിക്കാതെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്? രക്ഷണാർത്ഥം അംബരീഷന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം
സുദർശന ചക്രത്തെ ഭഗവാന് അവിടെ ഭഗവാൻ അറിഞ്ഞു തന്നെ എന്ത് ചെയ്തു? ഭഗവാൻ അറിയാമല്ലോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്നും നേരത്തെ തന്നെ ഭഗവാൻ അറിയാം. ഭഗവാൻ അതിന് എന്ത് ചെയ്തു? അംബരീഷന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സുദർശന ചക്രത്തെ അറിഞ്ഞു നൽകി എന്നുള്ളതാണ്. അറിഞ്ഞു അംബരീഷന്റെ കൈ കൊണ്ട് കൊടുക്കുകയല്ലേ ഇത്. അംബരീഷൻ പോലും അറിഞ്ഞിട്ടില്ല അംബരീഷനിൽ ഉണ്ടെന്നുള്ളത് സുദർശന ചക്രം എന്നുള്ളത്. ത്വത്പ്രീതയെ സകലമേവ വിതന്യുദോഷ, അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഭക്തൈവ ദേവ നജിരാത പ്രസാദം, അങ്ങയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഭക്തരുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഭഗവാനും അതേപോലെ തിരിഞ്ഞു നിൽക്കുന്നു. നോക്കുമല്ലോ നമ്മൾ എങ്ങനെ ചെയ്തു. നമ്മൾ ഒരു പൂവ് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ കൂടുതലൊന്നും തരണ്ട, പത്രം ഫലം പുഷ്പം തോയം യോമേ ഭക്ത്യാ പ്രയച്ചതി, അതാണ് ഇമ്പോർട്ടന്റ്. യോമേ ഭക്ത്യാ പ്രയച്ചതി, എന്റെ ഭക്തന്മാരെ പ്രിയമായിട്ട് എനിക്ക് തരണം. അല്ലാതെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ പൂ പിടിച്ചോ എന്ന് അങ്ങനല്ല പറയുന്നത്. ഒരു പൂ മതി, പത്രം, തുളസിപ്പൂവ്, ഫലം, എന്തെങ്കിലും ഒരു ഫലം, അത് വേണമെന്നൊന്നുമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നുള്ളതാ പറയുന്നത്. പത്രം ഫലം പുഷ്പം നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ തൃപാദത്തിൽ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെള്ളം. ഭഗവാൻ പറയുന്നില്ല നിങ്ങൾ എനിക്ക് അത് ഇത് പക്ഷെ ഇതും ഈ കാര്യങ്ങളും എങ്ങനെയാണ്? യോമേ ഭക്തിയാ പ്രയച്ചതി, എന്റെ ഭക്തന്മാരെ എനിക്ക് പ്രിയമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നുള്ള പറയുന്നത്. നമ്മൾ എന്തെല്ലാം ഭഗവാന് കൊടുക്കാമെന്ന് കൊടുത്താലും പ്രാപിക്കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഒരുപാട് പറഞ്ഞു പോയല്ലോ, അത് ചെയ്യണമല്ലോ, അതുകൊണ്ട് എങ്ങനെങ്കിലും ചെയ്ത് കളയാം എന്നുള്ള രീതിയിലല്ല ഭഗവാൻ കൊടുക്കേണ്ടത്. ഭഗവാൻ നിങ്ങളുടെ ഒന്നും വേണം. ഭഗവാനാണെന്നുണ്ടെങ്കിൽ സത്യഭാമയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത്? സത്യഭാമ നാരദരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കൊരു ദമ്പ് ഉണ്ടാവുന്നുണ്ടോ ഉടനെ നാരദരുടെ ജോലി എന്തോ അവരുടെ ദമ്പിനെ അടക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഭഗവാനും നാരദരും കൂടിയാണ്. സത്യഭാമയ്ക്ക് ഭയങ്കര ഒരു സ്വയം ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസക്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമയുടെ അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയിട്ടില്ല, സമതാമണി കിട്ടിയിട്ടില്ല. ആ മണി കൊണ്ട് വന്ന് സ്വർണ്ണം എത്രയോ ഇതല്ല, അങ്ങനെ അവർക്ക് ഒരു പങ്കോട് ഇതുണ്ടെന്നുള്ള ആ ഒരു ദമ്പം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്, അതുകൊണ്ട് എനിക്കാണ് സൗന്ദര്യം കൂടുതൽ എന്നൊക്കെയുള്ള ആ ഒരു ഭാവം സത്യഭാമയ്ക്ക് ഉണ്ടായിരുന്നു. അന്നേരം ആ ഭാവത്തെ അടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഒരു ലീല കളിച്ചു അവിടെ എന്നുള്ളതാ. നാരദമുനി വന്നിട്ട് പറഞ്ഞു, ഭഗവാന് ഞാനിവിടെ ബെറ്റ് വെച്ചു, ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ അടിമയായി ഇപ്പം. അതുകൊണ്ട് തോറ്റു, ആ ബെറ്റ് ഭഗവാൻ തോറ്റു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്റെ അടിമയായി. ആ അടിമയെ മോചിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഭഗവാന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ മോചിപ്പിക്കൂ എന്ന് പറയും. അത് സത്യഭാമ ഉടനെ പറയും, അയ്യോ എന്തോ വിഷമം, എന്റെ ഖജനാവിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്വർണ്ണം ഇരിപ്പുണ്ട്, മുത്തുകൾ ഇരിപ്പുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വജ്രം ഇരിപ്പുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പവിഴ ഇരിപ്പുണ്ട്, അതെല്ലാം ഞാൻ അങ്ങക്ക് തരാമല്ലോ. ശരി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഭഗവാനെ നമുക്ക് അന്നത്തെ തുലാഭാരമ്മ ഇന്നത്തെ തുലാഭാരമായിട്ട് വന്നിരിക്കുന്നുള്ള ഭഗവാനെ ഒരു തട്ടി വെക്കുന്നു. എന്നിട്ട് ഈ ഖജനാവിൽ നിന്നിട്ട് ഇവരുടെ എല്ലാവിധ സ്വർണങ്ങളും ബാക്കി എല്ലാ കാര്യം പൗഴമുത്ത് അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് അടുത്ത തട്ടിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ ഒരു ഇഞ്ച് പോലും ഇളവുന്നില്ല, ഭഗവാൻ താഴെ തന്നെയാണെന്നുള്ളതാ. ഇത് എത്രയെല്ലാം വെച്ച് അവസാനം ഖജനാവ് കാലിയായി എന്നുള്ളതാ. സത്യഭാമ നിന്ന് വിയർക്കുക. ഞാൻ സത്യഭാമ വലിയ വർത്തമാനം പറഞ്ഞില്ലേ, എനിക്ക് അതിനാണ് പാടെ, എന്റെ എല്ലാ ധനങ്ങളും അങ്ങ് എടുത്തോളൂ എന്ന് നാരദരോട് പറഞ്ഞില്ലേ ഭഗവാനെ മോചിച്ചേരൂന്ന്. പക്ഷെ നാരദര് ചോദിക്കുന്നു, ഇനിയൊന്നുമില്ലേ? ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം പോലും ത്രാസ് രണ്ടും ഒരേപോലെ വരണമല്ലോ, എന്നാൽ തന്നെയല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഇനിയൊന്നുമില്ലേ? സത്യഭാമ എന്നിട്ട് വേർക്കുന്ന ആ സമയത്താണെന്നുണ്ടെങ്കിൽ രുക്മിണി അവിടെ വരുന്നു. രുക്മിണി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പറയുന്നു, ഒരു കാര്യം ചെയ്യൂ, ഈ സ്വർണങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ആ തട്ടിൽ നിന്നിട്ട് മാറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ രുക്മിണി ഭക്തിയോടുകൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു തുളസിപ്പൂ കൊണ്ടുവന്ന് പുറത്തെ തട്ടിൽ വെച്ചു എന്നുള്ളതാണ്. ആ തട്ടി വെച്ചപ്പം ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആകാശത്തോളം പൊങ്ങി എന്നുള്ളതാണ്. അതാ പറയുന്നത്, ഭക്തന്മാരുടെ പ്രിയമായിട്ട് എന്ത് കൊടുക്കുന്നുണ്ടോ അത് മാത്രം മതി ഭഗവാന്, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഭഗവാൻ എന്തിന്റെ ആവശ്യം? ഭഗവാനല്ലേ ഈരേഴ് ഉലകിന്റെ നാഥനല്ലേ ഭഗവാന്. പിന്നെ നമ്മളെല്ലാം എന്താ ചോറുലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരാ. ഭഗവാന്റെ അടുത്ത് നമ്മൾ കഴിക്കുന്നു, ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? ഭഗവാന്റെ അല്ലേ ഇതെല്ലാം. ഈ നമ്മൾ നേരത്തെ ഭൂമി ജനിച്ചപ്പോഴേ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഭൂമിയും ബാക്കി കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നെയാണോ? അല്ലല്ലോ. അതായത് ഇതെല്ലാം ഭഗവാന്റെ ഇത് തന്നെയാണ്. അന്നേരം ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ? കള്ളന്മാരാ. ചോറെന്നാ പറയുന്നത്, ചോരി ചെയ്യുവാനെന്നാ പറയുന്നത് എന്നുള്ളത്.
അതുകൊണ്ട് ഭഗവാന് യാതൊന്നിന്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ എന്താ ഭക്തന്മാരെ എനിക്ക് പ്രിയമായിട്ട് എന്തെല്ലാം തന്നു കഴിഞ്ഞാലും ഞാനത് വാങ്ങിക്കും എന്നുള്ളതാ. ഗോപികമാരുടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ണക്കട്ട് തിന്നാനെ കൊണ്ടും മക്കൻ ചോറായിരുന്നു, നവനീത ചോറാണ്. അത് മാത്രമാണോ, എല്ലാവരുടെയും ഹൃദയം കൂടി ഭഗവാൻ കവർന്നു എന്നുള്ളതാന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു വന്നിട്ട് ഒരു കലം തല്ലി ഉടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ നമ്മൾ ശരിയാക്കി വിടത്തില്ലേ? പക്ഷെ ഭഗവാൻ കലം തല്ലി ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു? ഗോപികമാര് വീടിങ്ങനെ തുറന്നിട്ടേക്കുമായിരുന്നു. കൃഷ്ണൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ കാൽപ്പാദം അതിനകത്ത് അവിടെ അവരുടെ വീട്ടില് പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പശുക്കൾ ഇഷ്ടംപോലെ പാല് ചുരത്തും. അങ്ങനെ യാതൊന്നിനും ഒരു കുറവും വരുന്നില്ല. അതിന് ഭഗവാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞ് അവർ മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ അതേപോലെ തന്നെ അംബരീഷൻ എന്താ ചെയ്തത്? അംബരീഷൻ ഭഗവാന്റെ ആ ഭക്തനായിരുന്നല്ലോ, ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രം അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് എന്താ ചെയ്തത്? ഭഗവാൻ നേരത്തെ കൂട്ടി എല്ലാ കാര്യങ്ങളും അറിയാം. അംബരീഷൻ പോലും അറിയാതെ സുദർശന ചക്രം അംബരീഷനിൽ നിക്ഷിപ്തമാക്കി ഭഗവാന്. എന്നിട്ട് അടുത്തത് സാധാദശി വ്രതമതോ ഭവദച്ഛനാർത്ഥ വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാസമസു മനസാ മഗധീമിതന്യേ പൂജാം ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. സാധാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥ വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാസമസു മനസാ മഗധീമിതന്യേ പൂജാദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. സാധാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥ വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാസമസു മനസാ മഗധീവിതന്യൻ പൂജാദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. സാധാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥം വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാസമം സു മനസാ മഹതി വിദന്യൻ പൂജാ ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. ഹരേ കൃഷ്ണ. ദ്വാദശി വ്രതമധോ ഭവദർശനാർത്ഥം വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിദന്യൻ പൂജാന്തിഷു വിസജ്ജൻ പശു ഷഷ്ടികോടിയും. ഹരേ കൃഷ്ണ. സാദാദശി വ്രതോ മധോ ഭവദർശനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിദന്യൻ പൂജാം ജിതേഷു വിസർജൻ പശുഷഷ്ടികോടി. പശുഷഷ്ടികോടി. മധോ ഭവദർശനാർത്ഥം വർഷം ദദോ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിദന്യൻ പൂജാം നിജേഷു വിസർജൻ പശുഷഷ്ടികോടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വ്രതമധോ ഭവദർശനാർത്ഥം വർഷം ദദൗ മധുവനായ യമുനോപകണ്ഠേ ഭക്ത്യാ സമം സുമാനസമഗതീം വിദന്വാൻ പൂജാം ദിദേശു വിസൃജൻ പശുഷഷ്ടികോടി. ഹരേ കൃഷ്ണ. വേറെ ഒരാളോട് വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്വാദശി വ്രതമധോ ഭവദർശനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിദന്വൻ പൂജാം ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. അടിപൊളി. ഹരേ കൃഷ്ണ. സാധാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥം. അങ്ങയുടെ അർച്ചനാർത്ഥം എന്താണ്? ദ്വാദശി വ്രതം അദ്ദേഹം അനുഷ്ഠിക്കുന്നു. വർഷം ദദോ മധുവനെ യമുനോപകണ്ഠേ. യമുനാ തീരത്തെ മധുവനം. മധുവനത്തിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മധുവനത്തിന്റെ വേറൊരു പ്രത്യേകത. മധുവനം തപസ് ചെയ്ത് മധുവനത്തിൽ
ധ്രുവൻ തപസ് ചെയ്തത് മധുവനത്തിലാണ് ഭഗവാൻ അവിടെ ധ്രുവന് ഇത് ധ്രുവന്റെ മുന്നിൽ അവതരിച്ചത്, പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളതാ. അവിടെ ഇപ്പോഴും ആ അമ്പലം ഉണ്ടെന്നുള്ളതാ. ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള വിഷ്ണുവിന്റെ രൂപത്തിലുള്ള അമ്പലമാണ് അവിടെ ഉള്ളതെന്നുള്ളതാ മധുവനത്തില്. ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായത് മധുവനത്തിൽ തന്നെയാണ്. മധുവനത്തിലാണ് ധ്രുവന് തപസ് ചെയ്തതും. എന്നിട്ട് ഈ മധുവനത്തില് യമുനയുടെ തീരമാണ്. യമുനാ തീരത്തിൽ അതെന്നുണ്ടെങ്കിൽ ദ്വാദശീവ്രതം 1 വർഷക്കാലം അദ്ദേഹം അനുഷ്ഠിക്കുന്നു. പത്ന്യാസമം സുമനസ, പത്നിയോട് കൂടിയാണ്. എത്ര സന്തോഷമല്ലേ രണ്ടാളും കൂടി ആ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഭക്തി ചെയ്യുന്നെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണെന്നുള്ളത്. അത് പാർട്ട്ണർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത്. ദയവ് ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്നിമാര് ഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് പ്രഭുജിമാര് ഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാജിമാരും അവരുടെ കൂടെ കൂടുക, മാതാജിമാര് ഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഭുജിമാരും അവരുടെ കൂടെ കൂടുക എന്ന രണ്ടുപേരും കൂടെ ഒരുമിച്ചാവുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു ആനന്ദമാണ് ഉള്ളത് എന്നുള്ളത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ മാത്രം ഭക്തർ, വേറൊരാൾ അഭക്തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭക്തരെന്ന് പറഞ്ഞാൽ ഭക്തര് എല്ലാവരും ഭക്തര് തന്നെയാ, പക്ഷെ ഇങ്ങനെ ഇതിൽ പറയുന്നത് അന്നേരം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് രണ്ടു പേർക്കും ജോഡികൾ രണ്ടുപേരും ഒരേപോലെ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അംബരീഷന്റെ ഭാര്യയും പത്ന്യാസമം, പത്നിയോട് ഒപ്പമാണ് സുമനസ മഹതി വിധന്യൻ വന്നിരിക്കുന്ന പൂജാം വിജേഷു ശുചൻ 60 കോടി 60 കോടി പശുക്കളെയാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തെന്നുള്ളത്. അങ്ങനെ പശുദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാനം ഭയങ്കര ഇതാ. ഗോക്കളെ വെട്ടി തിന്നുവല്ല വേണ്ടുന്നത്. നമ്മൾ പശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ഞുണ്ടല്ലോ, നമ്മളെ അമ്മയുടെ പാലാണ് ആദ്യം കുടിച്ചത്, പിന്നെ ആരുടെ പാല കുടിക്കുന്നത്? പശു. അന്നേരം നമ്മുടെ അമ്മയുടെ സ്ഥാനമാണ് പശുവിനുള്ളതെന്നുള്ളതാ. അന്നേരം വെറും ഒരു വായുടെ രുചിക്ക് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പറയുന്നുണ്ട് ശാസ്ത്രം പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ പശുക്കളുടെ രോമം നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷേ ഉണ്ടല്ലോ ഈ ഗോക്കളെ ഭക്ഷിക്കുന്നവർക്ക് ഈ പശുക്കളുടെ രോമം എണ്ണാൻ പറ്റുമല്ലോ, പക്ഷെ അതിന് എണ്ണാൻ പറ്റുമോ? നമുക്ക് ഇല്ലല്ലോ. അതിനേക്കാളും ഒരു 10 മടങ്ങായിരിക്കും നരകയാതന അനുഭവിക്കേണ്ടി വരുന്നതെന്നാ പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങളൊന്നും അല്ല, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് ഒരു പ്രാണിയെയും നമ്മൾ നമ്മുടെ വായുടെ രുചിക്ക് വേണ്ടിയിട്ട് കൊല്ലാതിരിക്കാൻ ശ്രമിക്കണം. ദിജേഷു വിജയം 60 കോടി പശുക്കളെ ദാനം ചെയ്തു. അംബരീഷനെ 1 വർഷക്കാലം പത്നിയോടൊപ്പം യമുനാ തീരത്ത് മധുവനത്തിൽ അദ്ദേഹം ദ്വാദശീവ്രതം അനുഷ്ഠിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഭഗവത് പൂജയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് രണ്ടാളും കൂടി ജീവിക്കുന്ന സമയത്ത് എന്താണ് വന്നിരിക്കുന്നതെന്ന് പോലും. തത്രാരപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യാമുനിനാ ഭവനം പ്രഭേദേ ഭോക്തും മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നേമാം വിദാസ്യന്നേ. തത്രാരപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നേമാൻ വിദാസ്യന്നേ. തത്രാരപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നേമാം വിദാസ്യന്നേ. തത്രാരപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നേമാൻ വിദാസന്ന്. ഭോക്തും മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നേമാൻ വിദാസന്ന്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവ. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തം മൃദർച്ചസർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ പ്രവിദാസ്യൻ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാം ഭവനം പ്രപേതേ
പോക്തം പൃഥച്ഛസ നിർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുന നിയമാൻ വിദാസ്യ ഹരിബോ ഹരേ കൃഷ്ണ. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. തത്രാവാരണദിനെ ദർശനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ പോക്തും മൃദച്ഛസ നിർവേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാ നിയമാൽ വിദാസ്യൻ. ഹരേ കൃഷ്ണ. തത്രാറ പാരണത്തിലെ ഭഗവതാർച്ചനാന്തേ ഭഗവാന്റെ പാരണ ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അർച്ചനകളും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്ത് പാരണ വീടാൻ തുടങ്ങുന്ന സമയത്ത് ആര് വന്നു അവിടെ? ദുർവാസാസ്യ മുന്ന ഭവനം പ്രവേദേ. അദ്ദേഹത്തിന്റെ ഭവനത്തില് ആരാണ് വന്നത്? ദുർവാസാവ്. ഭോക്തം പ്രദച്ഛസ നൃപേണ പരാർത്തിശീലോ. എന്നിട്ട് ദുർവാസ അവനെ കണ്ടിട്ട് അംബരീഷിന് ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പാരണ വീട്ടിയിട്ട് നമ്മ കാണുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക, അതുകൊണ്ട് അങ്ങ് പോയിട്ട് കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ദുർവാസാവിനെ നേരത്തെ ഇന്ദ്രൻ പറഞ്ഞു വിട്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പാരണ സമയത്ത് നമ്മൾ പാരണ വീടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ വ്രതം മുടങ്ങി പോകുന്നുള്ളതാ. അതുകൊണ്ട് അത് പാരണയുടെ സമയം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മന്ദം ജഗാമ യമുന നിയമാൻ വിദാസനെ. ദുർവാസാവ് എന്താ ചെയ്തു? പതുക്കെ ആടിപ്പാടിയൊക്കെ യമുനയിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മനഃപൂർവ്വമാണ് ഇവിടെ പാരണ സമയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന് പാരണ മുടക്കാൻ വേണ്ടിയിട്ട്, വ്രതം മുടക്കാൻ വേണ്ടിയിട്ട്. വ്രതം മുടങ്ങിപ്പോവും. അതിനാണ് ഈ പാരണ സമയം വെച്ചേക്കുന്നത്. ആ പാരണ സമയം ആ സമയം തന്നെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരണ വീഴണമെന്നുള്ളത്. അതിനു വേണ്ടി ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ദുർവാസാവ് പതുക്കെ യമുനയിലേക്ക് പോകുന്നു. യമുന മന്ദം ജഗാമ യമുന നിയമാൻ വിദാസ്യന്. രാജാത പാരണ മുഹൂർത്ത സമാപ്തി ഹേതാരൈവ പാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനി തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃത ജഡോ വിദധാന കൃത്യ. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ഹേതാത് വാരൈവ പാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനി തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യ. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ഹേതാത് വാരൈവ പാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനി തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യ. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ഹേതാത് വാരൈവ പാരണ അഹാരി ഭവത്പരേണ പ്രാപ്തോ മുനി തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ മാതാജി. വാരണ മുഹൂർത്ത സമാപ്തി ഹേതാ ദാരൈവ വാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യം. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജ്ഞാതപാരണ മുഹൂർത്ത സമാപ്തി ഖേദാത് വാരൈവ പാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദാ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവ. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ഹേതാ താരൈവ വാരണ മഹാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദാ ദിവ്യദശാ വിജാനൻ ക്ഷിപ്യൻ കൃതോദ്യതജഡോ വിദധാന കൃത്യം. ഹരേ കൃഷ്ണ. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ചെയ്ത രാജാവ് വിചാരിക്കുന്നു, പാരണ സമയം കഴിയാൻ പോകുന്നുണ്ട്, എന്താ ചെയ്യുക? മുനിവരനെ ഇതേവരെ കണ്ടതുമില്ല, ഞാൻ എന്താ ചെയ്യാ? അത് ഭയങ്കര സങ്കടമായിട്ട് എന്ത് ചെയ്തു? ദാരൈവ പാരണ മഹാരി ഭവത്പരേണ. അങ്ങയിൽ ഭവത്പരേണ അങ്ങയുടെ ആ ഒരു പ്രേരണ മൂലമോ എങ്ങനെയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ശകലം വെള്ളം എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാരണ വിടാൻ വേണ്ടിയിട്ട് കുടിക്കുന്നു എന്നുള്ളതാണ്.
അദ്ദേഹത്തിന്റെ രാജഗുരു ഉണ്ടല്ലോ, രാജഗുരുക്കന്മാർ ഇങ്ങനെ അവരുടെ എല്ലാ ഉപദേശത്തിൽ മാത്രമേ രാജാക്കന്മാരാകുന്നുണ്ടെങ്കിൽ പണ്ടുള്ള രാജാക്കന്മാര് രാജ്യം ഭരിക്കത്തുള്ളായിരുന്നു എന്നുള്ളതാ. അവരുടെ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷിമാരായിരുന്നു എന്നുള്ളതാ. അങ്ങനെ ആ പാരണ സമയം വീടാൻ പോകുന്നു, ആ സമയം കഴിയാൻ പോകുന്നു എന്നുള്ള ആ ഹേരത്താൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവത് പ്രേരണ കൊണ്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഋഷിമാരുടെ പറച്ചിൽ കൊണ്ടോ എങ്ങനെയാണെന്നറിയില്ല, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് അദ്ദേഹം ആ പാരണ വിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. പ്രാപ്തോ മുനി തത് ദിവ്യ ദിശാവിജാന്, മുനി അന്നേരം മനസ്സിലായി, ദിവ്യ ദൃശ്യം ഉണ്ടല്ലോ അവർക്ക്, അതിന് മുനിക്ക് മനസ്സിലായി എന്നുള്ളതാ. എന്നിട്ട് എന്താ വരുന്നത്? ക്ഷിപ്പൻ കൃതോധൃത ജഡോ വിദധാന കൃത്യ, ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ശുണ്ടത്തെ എന്താ പറയുന്നത്, മൂക്കിലിരിക്കുകയാണ് ശുണ്ടി എന്നുള്ളത്. അത്രയ്ക്കും ദേഷ്യമാ. ഈ പേരെടുത്ത ആളാണെന്നുള്ളത് ദേഷ്യത്തിന് വേണ്ടിയിട്ട്. ആരാ പേരെടുത്ത ആള്? പറയൂ. ദുർവാസാവ്. നമ്മൾ ചോദിക്കത്തില്ലേ ഇയാൾ ദുർവാസാവാന്ന്? ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുവാന്ന് നമ്മൾ ചോദിക്കത്തില്ല ഇയാൾ ദുർവാസാവാന്ന് ചോദിക്കത്തില്ലേ? അതേപോലെ മൂക്കത്തിരിക്കാണ് ശുണ്ടി എന്നുള്ളത്. അത് ഉടനെ മനസ്സിലായി, രാജാവ് പാരണ വീടിക്കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? കൃതോധൃത ജഡോ വിദധാന കൃത്യം, തന്റെ ജഡ പറിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യം എന്ന് പറയുന്ന ഒരു പൂതത്തിനെ അവിടെ സൃഷ്ടിക്കുക ചെയ്യുന്നു. സൃഷ്ടിച്ചിട്ട് എന്താ പൂതമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തോട്ടാ പോകുന്നത്? അംബരീഷന്റെ അടുത്തേക്ക് അംബരീഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളത്. പക്ഷെ അംബരീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആരാണ്? യഥാർത്ഥ ഭക്തനാണ്. ആ ഭക്തന് യാതൊരുവിധ കുലുക്കവും ഉണ്ടാവില്ല. എന്തെല്ലാം ഭക്തന്മാർക്കുണ്ടല്ലോ, ദുഃഖം വന്നാലും സുഖം വന്നു കഴിഞ്ഞാലും, പിന്നെ ആ ദുഃഖം വരുമ്പോൾ അവർ ഒരുപാട് കരയുക, അല്ലെങ്കിൽ സുഖം വരുമ്പോൾ ഒരുപാട് ആനന്ദിക്കുക. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാപ്പോഴും നമുക്കറിയാം പ്രകൃതിയുടെ നിയമം എന്താ? ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്, ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു സുഖം ഉണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അല്ലെ? അത് ഭക്തന്മാർക്ക് അറിയാമെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് എല്ലാത്തിനെയും ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയാ രണ്ടിനും സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുമെന്നുള്ളത്. ഭക്തന്മാരുടെ ലക്ഷണം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മതി. നമ്മളാരും ഭക്തരല്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ സുഖം വരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിക്കും, ദുഃഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു. പക്ഷെ ഇതെല്ലാം പ്രകൃതിയുടെ നിയമമാണെന്ന് മനസ്സിലാക്കിയിട്ട് സമചിത്തതയോടുകൂടി ഇരിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അംബരീഷ ചക്രവർത്തി യഥാർത്ഥ ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ കൃത്യമല്ല. ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ഇച്ഛ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശാന്തമായിട്ട് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്നു. കൃത്യം അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ അലറി പാഞ്ഞുകൊണ്ട് വരിക. ഇനി നമുക്ക് ബാക്കിയുള്ളതിന് അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. വീണ്ടും കൃത്യം അവിടെ നിൽക്കട്ടെ, അലറിക്കൊണ്ട് അവിടെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.